കണ്ണൻകുട്ടി അപ്പോൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ഉണർന്നൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. അവിടെ ചെന്ന് നമ്മൾ ലാസ്റ്റ് സ്റ്റോപ്പാണ് കേട്ടോ വരുന്നത്, KSR എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെയാണ് ഇറങ്ങിയത്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇങ്ങനെ നിന്നപ്പോൾ തന്നെയാണ് കുറേ ട്രെയിനുകൾ, നമ്മൾ വന്ന ട്രെയിനൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് കണ്ണൊക്കെ ഇടുന്നതെന്നൊക്കെ പറഞ്ഞ് ഞാൻ അവന് കാണിച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുന്നതേ എൻ്റെ ഒരു റിലേറ്റീവ് ബിനു എന്ന് പറഞ്ഞ ചേട്ടനാണ് കേട്ടോ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി തന്നിരിക്കുന്നത്. അപ്പോൾ ആളുടെ ഒരു സുഹൃത്ത് വരും നമ്മളിവിടെ നിന്ന് പിക്ക് ചെയ്യാനൊക്കെ ആയിട്ട്. ഇപ്പോൾ ഹോസ്പിറ്റലിലെ കാര്യങ്ങളാണെങ്കിലും അവിടെ ഫ്രണ്ടിൽ കണ്ടോ രണ്ടുപേര് നിൽക്കുന്നത്, അതിൽ ഫ്രണ്ടിലിരിക്കുന്ന ചേട്ടനാണ് കേട്ടോ സജി എന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നിലിരിക്കുന്ന ആളൊരു കന്നഡക്കാരനാണ്. അപ്പോൾ ഇവർ രണ്ടുപേരാണ് നമ്മൾക്ക് അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഹെൽപ്പ് ചെയ്തത്. എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, കാരണം ഒരു ദിവസമാണ് അവർ നമുക്ക് വേണ്ടി മാറ്റി വെച്ചത്. അവർ രാവിലെ ഞങ്ങളിവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോയി ഹോസ്പിറ്റലിലാക്കി, റൂം എടുത്ത് തന്ന്, പിന്നെയും വന്ന് അപ്പോയിൻമെൻറ്റുകളും കാര്യങ്ങളൊക്കെ എടുത്ത് നമുക്ക് അടുത്ത ലാംഗ്വേജ് പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ ആ ചേട്ടനൊരു കന്നഡക്കാരനായിരുന്നു ആ ബാക്കിൽ ഇരിക്കുന്നത്. അപ്പോൾ ആളാണെങ്കിൽ അവിടുത്തെ കന്നഡയും കാര്യങ്ങളൊക്കെ സംസാരിക്കാനും ഒക്കേനും പിന്നെ എൻ്റെ കൂടെ ഡോക്ടറെ കാണാനൊക്കെ കയറിയത് ഈ സജി ചേട്ടനാണ് കേട്ടോ. ആൾ ട്രിവാൻഡ്രോ കൊല്ലോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു, ബിനുചേട്ടൻ്റെ ഒരു സുഹൃത്താണ്. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഹെൽപ്പായിരുന്നു അവരുണ്ടായത്. കാരണം ഞങ്ങൾക്ക് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കേണ്ടി വന്നില്ല റൂം എവിടെ എടുക്കേണ്ടതെന്നോ അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റിൻ്റെ കാര്യങ്ങളോ ഡോക്ടറെ കാണുന്ന കാര്യങ്ങളും ഒന്നും നമുക്ക് അങ്ങനെ വലിയ ടെൻഷൻ എടുക്കേണ്ടി വന്നില്ല. ഒക്കെ അവർ നടന്നിട്ട് നമ്മൾക്ക് അവർ പറയുന്നത് പോലെ അവരുടെ പുറകെ ചെന്നാൽ മതിയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞങ്ങളിങ്ങനെ ഓടി നടന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് അച്ഛനായിരുന്നു കൂടുതൽ എഫേർട്ട് എടുക്കുന്നുണ്ടായിരുന്നത്. കാരണം അച്ഛനായിരുന്നു എല്ലാവരുടെയും അന്വേഷിക്കുന്നതും സംസാരിക്കാൻ അറിയുന്നത് അച്ഛനാണ് അവരുടെ അടുത്ത്. ഹിന്ദി ആണെങ്കിലും തമിഴാണെങ്കിലും ഒക്കെ അച്ഛന് സംസാരിക്കാൻ അറിയാം. അപ്പോൾ ഇപ്രാവശ്യം ഇവരുണ്ടായിരുന്നത് കാരണം ഇവരാണ് എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് സെറ്റാക്കി തന്നത്. അപ്പോൾ ഇനിയാണെങ്കിലും എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചെയ്യാമെന്നുള്ളതിലൊക്കെയാണ് അവർ നമ്മളുടെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ അത് ഭയങ്കര ഒരു ഉപകാരമായിട്ടോ. അപ്പോൾ ഇവർ അവിടുത്തെ NDRF ഉദ്യോഗസ്ഥന്മാരാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു NDRF എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്നൊക്കെ. പിന്നെയാണ് ഞാനത് മനസ്സിലാക്കിയത്. പ്രകൃതി ദുരന്തങ്ങളൊക്കെ വരുമ്പോൾ ഇങ്ങനെ നമ്മളെ ജനങ്ങളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് അങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥരാണ് അവർ. അപ്പോൾ കണ്ണന് അവിടെ ചെന്നപ്പോഴേ ഭയങ്കര വാശിയായിരുന്നു. ആൾക്ക് ഉറക്കം വന്നിട്ട് പാടുണ്ടായിരുന്നില്ല. ഉറക്കം വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായുള്ളൊരു വാശിയാണ് കേട്ടോ. വെറുതെ കരഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ കുറേ നേരം കരഞ്ഞ് കുറേ നേരം ഉറങ്ങി. അതിനുള്ള സമയമൊക്കെ ഉണ്ട്. കുറേ നേരം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡോക്ടറെയൊക്കെ കണ്ടത്. അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെ ആട്ടിയൊക്കെ ആൾ കുറച്ച് നേരമൊക്കെ ഉറങ്ങി. പിന്നെ നമ്മളെ കാണാൻ സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവിടേക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് സന്തോഷങ്ങളൊക്കെ തോന്നി. പിന്നെ നമ്മൾ നേരെ റൂമിലേക്ക് പോവാണ്. ഏകദേശം കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് അറിയേണ്ടതൊക്കെ അറിഞ്ഞു. അതെന്താണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. സൗണ്ട് ആകെ അടഞ്ഞിരിക്കുകയാണ് എൻ്റെ.